ഹലോ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ക്രിയേറ്റ് ഇമേജസ് യൂസിങ് HTML യൂസ് ചെയ്ത് ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ നമ്മുടെ വെബ് പേജ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ, അതായത് നിങ്ങൾ നമ്മുടെ കംപ്ലീറ്റ് വെബ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയൽ സേവ് ചെയ്യാൻ വേണ്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിൻ്റെ ഉള്ളിൽ HTML ചാപ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു ഇമേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൺവീനിയൻ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഇമേജസ് സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, നൗ ഓപ്പൺ യുവർ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഫോർ ഇമേജസ്. ഞാനതിന് ഇമേജസ് എന്ന് നെയിം ചെയ്യുകയാണ്. .html. Okay, then copying from paragraph to images, title image ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. You can see the difference. Then body elementൽ പാരഗ്രാഫിൻ്റെ കണ്ടന്റ് ആണുള്ളത് ഞാൻ കളയുവാണ്. ദെൻ ഇവിടെ നമുക്ക് ഇമേജ് ആഡ് ചെയ്യണം. സോ ഇമാജിന് വേണ്ടിയിട്ടുള്ള ടാഗാണ് IMG. ഇതൊരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. നമ്മൾ സെൽഫ് ക്ലോസിംഗ് ടാഗിനെ കുറിച്ച് മുന്നേ ഉള്ള ലെസണിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, മെറ്റ. സോ മെറ്റ പോലെ തന്നെയുള്ളൊരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ് ഇമേജ് IMG. നൗ വി ഹാവ് ടു ആഡ് സം ആട്രിബ്യൂട്ട്. ഫസ്റ്റ് വൺ ആണ് സോഴ്സ്, ദാറ്റ് ഈസ് SRC. നമ്മുടെ ഇമേജ് കിടക്കുന്ന ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. സോ നമുക്കറിയാം ഇമേജസിൽ 2 പിക്കായിരുന്നു എൻ്റെ ഫോൾഡറിലുള്ളത്. സോ ഞാനിതിൽ സെക്കൻഡ് പിക്ചർ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ വെബ് പേജിൽ ആ പിക്ചർ വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സൈസ്, നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈസിലാണോ ഈ പിക്ക് വന്നത്? മേ ബി നോട്ട്, ബിക്കോസ് നമ്മളിതിലൊരു ഡയമെൻഷനും ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്കിതിൽ ഡയമെൻഷൻ കൊടുക്കാം. വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആഡ് ചെയ്യാനാണ്. ഓക്കെ, വിഡ്ത്ത് സേ 200 പിക്സൽ, 200, and height equal to 150 pixel. ഓക്കെ, ഞാനിനി വേറൊരു അട്രിബ്യൂട്ട് കൂടി ആഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ALT, ആൾട്ടർനേറ്റീവ്, ഈക്വൽ ടു റോസ്. ഇതെന്തിനാണ് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഓർ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മളുടെ വെബ് പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇമേജ് വന്നില്ല, ആ ഒരു ഇമേജ് വരാത്ത സിറ്റുവേഷനിൽ ഇമേജിന് പകരം ഈ ടെക്സ്റ്റ് ആയിരിക്കും കാണിക്കുക. സോ ഈ ഇമേജിന് മാച്ചിങ് ആയിട്ടുള്ള ഏതെങ്കിലും പേര് നിങ്ങൾക്ക് ALTയിൽ കൊടുക്കാം. ഓക്കെ, നൗ ഞാൻ വേറൊരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സോഴ്സിലാണ്. ബിക്കോസ് ഈ ഒരു ഇമേജിൽ നമ്മൾ ചെയ്ത് വെച്ചാൽ ഇൻസൈഡ് ദ പ്രൊജക്റ്റ് ഫോൾഡറിലാണ് കിടക്കുന്നത്. നമ്മൾ ഇപ്പോൾ കൊടുത്ത ഈ ഒരു ഇമേജ് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. നൗ ട്രൈ ഫ്രം എ സെർവർ ഔട്ട്സൈഡ് അവർ വെബ്സൈറ്റ്. നമ്മുടെ വെബ് പേജിലുള്ള നമ്മുടെ ഫോൾഡറിൽ ഇല്ലാത്ത പുറത്തു നിന്നൊരു ഇമേജ് നമുക്ക് ഇതിലോട്ടേക്ക് കൊണ്ടുവരണം. സോ ഫോർ ദാറ്റ് നിങ്ങളാദ്യം ഒരു ഇമേജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജിനെ കണ്ടുപിടിക്കുക. ഞാനിവിടെ ഓൾറെഡി ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ്, ദെൻ അതിൽ നിങ്ങൾക്ക് കോപ്പി ഇമേജ് അഡ്രസ്സ് കാണാം. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. കോപ്പി ഇമേജ് അഡ്രസ് ആണ്, കോപ്പി ഇമേജ് അല്ല, കോപ്പി ഇമേജ് അഡ്രസ്. ഓക്കെ, എന്നിട്ട് ഈ ഇമേജിൻ്റെ SRCയിലോട്ട് നമ്മൾ ആ ഒരു അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഓക്കെ, now just refresh this. യെസ്, ഈ ഒരു പിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന് വിഡ്ത്തും സൈസും അഡ്ജസ്റ്റ് ചെയ്യാം. വിഡ്ത്ത് ഈക്വൽ ടു, ഞാൻ അതിൻ്റെ സെയിം വിഡ്ത്ത് ഇതിലോട്ടേക്ക് കൊടുക്കുന്നുണ്ട്, 200. ദെൻ ഹൈറ്റ് ഈക്വൽ ടു 150, ഈക്വൽ ടു 150. ഇതിന് നമുക്ക് ആൾട്ടർനേറ്റീവ് കൊടുക്കാം.
ഈക്വൽ ടു റോസസ്. സോ ഇതിവിടെ ഇൻ കേസ് വെബ് പേജിൽ ഓപ്പൺ ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ റോസസ് എന്നുള്ള ടെക്സ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. സോ നമുക്ക് സോഴ്സിലുള്ള 2 മാറ്റമാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇമേജസ് ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ വെബ് പേജ് വളരെ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. സോ നെക്സ്റ്റ് ലെസണിൽ നമുക്ക് ഇൻലൈൻ എലമെൻറ്റ്സ് ആൻഡ് ബ്ലോക്ക് എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ഇമേജസ്, HTML ഇമേജസ്.